ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ യാത്രക്കാരുടെ പ്രതീക്ഷയ്ക്ക് നിറം പകർന്ന് ട്രയൽ റൺ പൂർത്തിയാക്കി മെമു സർവീസ് നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് മടങ്ങി. മെമു സർവീസ് രണ്ടാഴ്ചയ്ക്കപ്പുറം വൈകില്ലെന്ന് റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ടാണ് രാത്രിയിൽ മെമു സർവീസിന്റെ ട്രയൽ റൺ നടത്തുമെന്ന വിവരം റെയിൽവേ പാലക്കാട് ഡിവിഷൻ അധികൃതർ പുറത്തുവിടുന്നത്. രേഖകളുടെ ലഭ്യത ഉറപ്പാക്കിയ ശേഷമായിരുന്നു തീരുമാനം. എറണാകുളം ഷൊർണൂർ മെമു രാവിലെ 5-ന് ഷൊർണൂരിൽ നിന്നും കണ്ണൂരിലേക്ക് മടങ്ങുന്നതാണ്. എന്നാൽ ഞായറാഴ്ച ഈ സർവീസ് ഇല്ലാത്തതും ട്രയൽ റണ്ണിന് അനുകൂല ഘടകമായി. ജീവനക്കാരുടെയും യാത്രക്കാരുടെയും കൂട്ടായ്മയായ ട്രെയിൻ ടൈം ആണ് ട്രയൽ സന്ദേശം പുറത്തുവിട്ടത്. ഇതോടെ യാത്രക്കാരുടെ വിവിധ സംഘടനകളും യാത്രക്കാരുടെ കൂട്ടായ്മകളും സമൂഹ മാധ്യമ ഗ്രൂപ്പുകളുമെല്ലാം ആവേശം പങ്കിട്ടു. ഓൾ കേരള റെയിൽവേ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഷിജു എം സാമുവൽ, ട്രെയിൻ ടൈം കൂട്ടായ്മ ചീഫ് കോർഡിനേറ്റർ സലീം ചുങ്കത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ മധുരം നൽകിയാണ് സ്വീകരിച്ചത്. റെയിൽവേ ജീവനക്കാർക്കും യാത്രക്കാർക്കും ലഡു വിതരണം ചെയ്തു. നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നിലമ്പൂരിലും സ്വീകരണം ഒരുക്കിയിരുന്നു. കൊല്ലം മെമു ഷെഡിൽ നിന്നുള്ള 12 കാർ മെമുവാണ് ട്രയൽ റണ്ണിനായി ഉപയോഗിച്ചത്. ഇന്നലെ രാവിലെ ഷൊർണൂരിലെത്തി ഈ സർവീസ് അവസാനിച്ചു. പുതിയ മെമു സർവീസ് ആരംഭിക്കുന്നതോടെ രാത്രിയിലും രാവിലെയുമായി നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലെ യാത്രക്കാർക്ക് ഒട്ടേറെ ദീർഘദൂര ട്രെയിനുകൾക്ക് കണക്ഷൻ വഴിയൊരുക്കുകയാണ്. രാത്രിയിൽ തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ഭാഗത്തു നിന്നുള്ള വിവിധ ട്രെയിനുകളിൽ ഷൊർണൂരിലെത്തുന്നവർക്ക് രാവിലെ കണ്ണൂർ, പാലക്കാട്, പഴനി, മധുര, കന്യാകുമാരി, കോട്ടയം, ആലപ്പുഴ, ഗുരുവായൂർ ഭാഗത്തേക്കുള്ള വിവിധ ട്രെയിനുകളിൽ പോകാനുള്ളവർക്കും സർവീസ് വലിയ ആശ്വാസമാകും. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.